സെപ്റ്റംബർ 9 അതായത് ഇന്നലെ ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതപൂർണമായ പ്രളയബാധിത പ്രദേശങ്ങൾ കണ്ട് 3100 കോടി രൂപയാണ് അവിടെ വെച്ച് മോദി പ്രഖ്യാപിച്ചത്. ഹിമാചലിന് 1500 കോടിയും പഞ്ചാബിന് 1600 കോടിയും. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മഹാദുരന്തമുണ്ടായപ്പോൾ വയനാട്ടിലും പ്രധാനമന്ത്രി വന്നിരുന്നു, ആശ്വസിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതുപോലെയുള്ള ഒരു പ്രത്യേക സഹായവും പ്രഖ്യാപിച്ചില്ല, തന്നതുമില്ല. വിവേചനത്തിൻ്റെ കൃത്യമായ തെളിവാണിത്. മഹാദുരന്തം പിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ മോദി സർക്കാർ തീരുമാനമെടുത്തിട്ടേയില്ല. ഹൈക്കോടതിയെ പോലും വകവെക്കാതെ തീരുമാനം പറയാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. കേരള ബാങ്ക് ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളിയെന്ന കാര്യം കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. കേന്ദ്രം ഉരുണ്ടുകളിക്കുകയാണ്. ഏത് മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ദുരന്തം നടന്നിട്ട് ഒരു വർഷമായെന്നും ഇനി എപ്പോൾ തീരുമാനം എടുക്കുമെന്നുമായിരുന്നു കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചത്. ഒടുങ്ങാത്ത കേരള വിരോധം മോദി സർക്കാർ തുടരുമ്പോഴും കേരളം അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്നത് കേന്ദ്രത്തെയും അമ്പരപ്പിക്കുകയാണ്. കേരള മികവിൻ്റെ റിയൽ കേരള സ്റ്റോറി ഏറ്റവും ഒടുവിൽ കണ്ടത് ഓണക്കാലത്താണ്. ഏറ്റവും മികച്ച ഓണക്കാലമാണ് കടന്നുപോയത്. അർഹരായ മുഴുവൻ ജനവിഭാഗങ്ങളിലേക്കും പണം എത്തിച്ചു, വിപണിയിൽ ഇടപെട്ടു, അതിരൂക്ഷ വിലക്കയറ്റമില്ലാത്ത ഓണം സാധ്യമാക്കി. ഒപ്പം തുരങ്കപാത പോലെ കേരളത്തിൻ്റെ പദ്ധതികൾ മുടക്കം കൂടാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, ഡോക്ടർ ജിജു പി അലക്സ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം, A. സജീവൻ, മാധ്യമപ്രവർത്തകൻ. ആദ്യം തന്നെ പറയട്ടെ, ഈ വിഷയത്തിൽ സ്വാഭാവികമായും ഒരു BJP പാനലിസ്റ്റ് പ്രതിനിധി ഉണ്ടാവേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് BJP മീഡിയ വിഭാഗവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്, പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഏതായാലും ആ ചർച്ചയ്ക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന തീരുമാനം ഞങ്ങളെ അറിയിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അവർക്കൊരു മടുപ്പ് തോന്നുന്നതൊക്കെ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് കേരളത്തിനൊരു ഫെഡറൽ സംവിധാനത്തിൽ അവകാശപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ, കോടതി പോലും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് ആ വിഷയവുമായി ഞങ്ങൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറുഭാഗത്ത് കേരളത്തിലെ പ്രതിപക്ഷമായ UDF-നെ സംബന്ധിച്ച് ഇത്തരം ജനകീയ വിഷയങ്ങൾ, ജനപ്രശ്നങ്ങൾ, ജനകീയമായ പ്രശ്നങ്ങൾ, ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പ്രതിപക്ഷം എത്രമാത്രം ഏറ്റെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ മുന്നണിയും അതിൻ്റെ പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ അവരുടെ തന്നെ പ്രവർത്തകരിൽ നിന്ന് വലിയ ആക്ഷേപങ്ങൾ നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതെല്ലാം, ഈ രാഷ്ട്രീയം ഇങ്ങനെ നിന്നാലും ജനകീയ വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന ബോധ്യത്തോടെ ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയവുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രീ അനിൽകുമാർ, ഇന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ആ തീയതിയോ അല്ലെങ്കിൽ ഇന്നലെ ആയിരുന്നു പ്രധാനമന്ത്രി ഹിമാചലിലേക്ക് പോയത്, പഞ്ചാബിലേക്ക് പോയത് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഹൈക്കോടതിയിൽ, തൊട്ടു പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ ഒരു വർഷം മുമ്പുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഈ മഹാദുരന്തവുമായി ബന്ധപ്പെട്ട് തകർന്നുപോയ മനുഷ്യരുണ്ട്. അവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണം. അന്നു മുതൽ കേരളം ആവശ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. ഇതുവരെ ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല. ഇന്നലെ 3100 കോടിയാണ് രണ്ട് സംസ്ഥാനങ്ങൾക്കുമായി നൽകേണ്ടതാണ്. അതിലൊന്നും ഒരു അപാകതയില്ല, കൊടുക്കുകയും വേണം. പക്ഷേ ചിലയിടങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിൽ തരാതിരിക്കുകയും മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും കൈയച്ച് സഹായിക്കുകയും ചെയ്യുന്ന ഈ ഒരു വിവേചനം, അത് ഒരു തരത്തിലും കേരളത്തിന് പൊറുക്കാൻ കഴിയുന്നതുമല്ല. ഇന്ന് ഹൈക്കോടതിയിലടക്കം നമ്മൾ കാണുന്നത് അതുതന്നെയായിരുന്നു. ഇന്ന് കണ്ടത് അതുതന്നെയാണോ? വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ കേരള ബാങ്ക് അതുമായി ബന്ധപ്പെട്ട വായ്പകൾ എഴുതിത്തള്ളി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കേരള ബാങ്കിനെ തകർക്കാനാണ് അമിത്ഷാ സഹകരണ മേഖലയിൽ പ്രത്യേകമായ പരിപാടികളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കേരള ബാങ്കിനെ ഞങ്ങൾ പിരിച്ചുവിടും എന്നാണ് 5 കൊല്ലം മുമ്പ് UDF കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കേരള ബാങ്ക് ഉണ്ടായതുകൊണ്ട് ആ ദുരന്തത്തിൽപ്പെട്ട കുറേ മനുഷ്യർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ സംസ്ഥാന സർക്കാരിനായി. കേരളത്തിലെ UDF പിരിച്ചുവിടുമെന്ന് പറയുന്ന കേരള ബാങ്കാണ് ഈ സഹായം ചെയ്തത് എന്നുകൂടെ ചേർത്ത് വായിക്കണം. നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ആ ബാങ്കുകൾ ഇപ്രകാരമുള്ള വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഇത്രയേറെ ചിന്തിക്കേണ്ടതുണ്ടോ?
നമ്മുടെ രാജ്യത്ത് ഒരു ബാഡ് ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ചീത്ത ബാങ്ക് എന്നാണ് അതിൻ്റെ പച്ച മലയാളം. ഉണ്ടാക്കിയത് നിർമ്മല സീതാരാമനാണ്, ധനകാര്യ മന്ത്രിയാണ്. എന്താണ് ആ ബാങ്കിൻ്റെ ജോലി? ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ ഇവിടുത്തെ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ ആ സ്ട്രെസ്സ് ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്ര രൂപയുടെ ബാധ്യതയാണ് ഉണ്ടാക്കിയത്, ആ പണം നേരെ ഈ ബാഡ് ബാങ്ക് ബന്ധപ്പെട്ട ഷെഡ്യൂൾഡ് ബാങ്കിന് കൈമാറും. അപ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാർ പണം അടയ്ക്കില്ലെങ്കിൽ ഞങ്ങൾ ആ ഷോക്ക് ഏറ്റു വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് ബാഡ് ബാങ്ക് ഉണ്ടാക്കിയ ഷോക്ക് അബ്സോർബർ പോലെ ബാഡ് ബാങ്ക് ഉണ്ടാക്കിയ ഒരു കേന്ദ്ര സർക്കാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം കൂടെ ഉണ്ടായി. നമ്മുടെ റിസർവ് ബാങ്കിൽ നിന്നും കോവിഡ് കാലത്ത് ഏതാണ്ട് 1,62,00,000 1.62 ലക്ഷം കോടി രൂപ അന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്നൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഏതാണ്ട് 2 ലക്ഷം കോടിക്കടുത്ത് കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് കൊടുത്തിരിക്കുകയാണ്. റിസർവ് ബാങ്കിൻ്റെ ലാഭം. അപ്പോൾ വയനാടുകാരെ സഹായിക്കാൻ ഒരു ശകലം കാശ് അതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി കേന്ദ്രത്തിന് ഇവിടുന്നെല്ലാം വകുപ്പുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഞങ്ങളുടെ അടിയന്തര തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളിലുള്ള ഒരിടമല്ല. ഞങ്ങളുടെ കയ്യെത്താവുന്ന അടുത്ത് ഈ കേരളം എത്തിയിട്ടില്ല. BJP കേരളത്തിൻ്റെ കയ്യെത്താവുന്നടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പാക്കും. അത് BJPയുടെ സ്വഭാവമാണ്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യെത്തുന്ന ദൂരത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ BJP അവിടെ പണം മുടക്കും, അവിടെ സർക്കാർ നയം രൂപീകരിക്കും, ജനങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കെയർ ഓഫിൽ വോട്ട് പിടിക്കാൻ നോക്കും. കേരളത്തോട് പുറംതിരിഞ്ഞിരിക്കുന്നതിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം കേരളം ഞങ്ങളുടെ കയ്യകലത്തിലല്ല എന്ന BJPയുടെ തിരിച്ചറിവാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നല്ല അഭിമാനമുള്ളൊരു കാര്യമാണ്. അല്പം കാശ് കിട്ടിയിട്ടില്ലെങ്കിലും രാഷ്ട്രീയമായി കേരളം BJPക്ക് ബാലികേറാമലയാണ് എന്ന് അവർ സമ്മതിക്കുന്നതിൻ്റെ തെളിവാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരോട് അവർ ചെയ്യുന്ന പെരുമാറ്റം. 2, നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിൽ ചെന്ന ഉടനെ 1,300 കോടിയോ മറ്റോ കൊടുത്തു. വയനാട്ടിലൊരു കൊച്ചിനെ കൊഞ്ചിക്കുന്നത് കണ്ടു. ഇപ്പം 1,500. അവിടെ ചെന്നപ്പോഴൊരു കൊച്ചിനെ കൊഞ്ചിക്കുന്നത് കണ്ടു. അപ്പോൾ നിവേദനം വേണ്ടി വന്നില്ല. അതാണ് പ്രശ്നം. അതേസമയം കേരളത്തിൽ വന്നപ്പോൾ ഈ നിവേദനം പാരയായി. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നിവേദനം പാരയായത്? മോദി ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഉപകാരമെല്ലാം ചെയ്യാൻ പോകണം, കുഞ്ഞുങ്ങളെ ലാളിക്കുന്നു, കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് മോദി പറഞ്ഞു നിവേദനം നിങ്ങൾ എഴുതി തരേണ്ട വിധം പറയാം, കേന്ദ്രത്തിൽ നിന്നൊരു 10 ഉദ്യോഗസ്ഥന്മാരെ വിടുന്നുണ്ട്, അവരോട് ഇരുന്നിട്ട് നിങ്ങളൊരു വർക്ക്ഷോപ്പ് നടത്തി നിവേദനം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കഷ്ടകാലത്തുണ്ട് നിവേദനം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ കേന്ദ്രം പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് നിവേദനം. അതിലേതാണ്ട് വയനാട് പുനരധിവാസം മറ്റെല്ലാ കാര്യങ്ങളോടും 2,200 കോടി രൂപയുടെ ഒരു പാക്കേജാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അകത്ത് ഈ DNA ടെസ്റ്റ് നടത്തുക, മൃതദേഹങ്ങൾ പല കഷ്ടങ്ങളായിട്ടാണ് കിട്ടിയത്, ഓരോ മൃതദേഹത്തിനും പോസ്റ്റ്മോർട്ടം വേണ്ടി വരും, പല ബുദ്ധിമുട്ടുകൾ വേണ്ടി വരും. അതെല്ലാം കൂടെ കണക്കാക്കിയിട്ട് ഒരു ഉദ്ദേശം 75,000 രൂപ, 10 കോടി രൂപ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി വരും അവിടെ ശുദ്ധജല വിതരണത്തിന്. ഇതെല്ലാം ഒരു എസ്റ്റിമേറ്റാണ്. ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് തട്ടിക്കൂട്ടിയൊരു എസ്റ്റിമേറ്റാണ്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലായി ചിലവാക്കിയ തുകയല്ല. അതൊരു വയ്യാവേലിയായിപ്പോയി. കാരണം ഈ കോടതി, ബഹുമാനപ്പെട്ട കോടതി ഈ കേസിനകത്ത് കേരള സർക്കാരിനോട് നിങ്ങൾ ആ കടലാസ് കൊണ്ടുതരാൻ പറഞ്ഞു, കൊടുത്ത നിവേദനത്തിൻ്റെ ഒരു കടലാസ് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു കോടതിക്ക് ഇതിന് അധികാരമുണ്ടെന്ന്. കോടതിക്കൊരു അധികാരമില്ല. കേന്ദ്ര സർക്കാർ ഇത്ര രൂപ തരണം എന്ന് പറയാൻ കോടതിക്ക് അധികാരമില്ല. ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളെന്ന് പറയാൻ കോടതിക്കൊരു അധികാരമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് പിടിച്ചതുകൊണ്ട് കേന്ദ്രം ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. അത്രത്തോളം കേരളത്തിന് ഗുണകരമായി. അതുകൊണ്ട് കേസ് പിടിച്ച കോടതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കോടതിക്ക് അധികാരമില്ല എന്നുള്ള ഒരു കൊല്ലം മുമ്പ് തന്നെ നമ്മൾ തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കോടതിക്ക് അധികാരമുള്ള കാര്യമല്ല. അതുകൊണ്ട് കോടതിക്ക് കാശിന് വില നരേന്ദ്രമോദി പണ്ടേ കൊടുക്കാറില്ല, ഇവിടെ കൊടുക്കാൻ പോകുന്നില്ല എന്നല്ല കാര്യമുണ്ട്. പക്ഷേ കേരളത്തിന് എന്ത് കിട്ടിയ പണി? കഴിഞ്ഞ ഓണം മനോഹരമായ ഓണമായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ ചാനലുകളെല്ലാം കൂടെ ആഘോഷിച്ചത്. എന്താണ് ആഘോഷിച്ചത്? ഈ പൈസ മുഴുവൻ കേരള സർക്കാർ വിഴുങ്ങി. ചെലവ് കണക്ക് പുറത്തു വിട്ടു ആധികാരികമായി. രാവിലെ 8:30 മണിക്ക് ചാനലിൽ വന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകർ, വലിയ ഉന്നതമായ മാധ്യമപ്രവർത്തകരാണ്, വയനാട്ടിലെ ചെലവ് കണക്ക് പുറത്തു വിട്ടു. ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപ. അപ്പം നമ്മളും വളരെ പെട്ടെന്ന് ഞെട്ടി. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്തായിരുന്നു യാഥാർത്ഥ്യം?
ആ ഘട്ടം വരെ ഒരു 10 കോടി രൂപ പോലും ചെലവുണ്ടായിരുന്നില്ല, ചെലവ് ചെയ്തിരുന്നില്ല. പിന്നീട് എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി ടെൻഡറൊക്കെ വന്ന് ചിലവൊക്കെ വരുന്ന അവസാന ഘട്ടത്തിലല്ലേ. ഇപ്പോൾ കൃത്യമായിട്ട് പറയാം ഉദ്ദേശം എത്ര രൂപ ചിലവ് വരും, കാരണം ടെൻഡറായ കാര്യമാണ്. ചിലവ് കണക്ക് പുറത്തു വിട്ടു എന്ന് പറഞ്ഞ് കേരളത്തിൽ ഈ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന കേന്ദ്ര അവഗണന കൊണ്ട് തകരുന്ന അല്ലെങ്കിൽ തകർക്കപ്പെടുന്ന ഈ കേരള സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും കോൺഗ്രസും എന്തൊരു ഉത്സാഹമായിരുന്നു ഇടതുപക്ഷക്കാർ. അതിലെൻ്റെ സങ്കടം അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വർഗബഹുജന സംഘടനകളും ഒരു 100 കോടി രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട്. DYFക്കാർ 20 കോടി പിരിച്ചു കൊടുത്ത വേറെയുണ്ട്. ഒരു 100 കോടി രൂപയെങ്കിലും CPIയുടെ സമ്മേളനം നടക്കുക, CPIയുടെ സംസ്ഥാന കമ്മിറ്റി 1 കോടി രൂപ വിനോദ് വിശ്വ മുഖ്യമന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ കോൺഗ്രസ്സുകാർ 1 രൂപ കൊടുത്തോ? KPCC കൊടുത്തോ? UDF കൊടുത്തോ? സംഘപരിവാർ കൊടുത്തോ? അവരിപ്പോൾ എല്ലാവരും കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു 775 കോടി രൂപയുടെ കണക്ക് വെക്ക്. പിണറായി അത് മുക്കിയിരിക്കുന്നു, പിണറായിയുടെ മരുമകൻ ആ പൈസ കൊണ്ടുപോയി. ഇതെല്ലാം നവമാധ്യമങ്ങളിൽ കാണുന്ന കള്ളക്കഥയാണ്. ഏത് പൈസയാണ് വീട്ടിൽ കൊണ്ടുപോയത്? ഇതെല്ലാം അക്കൗണ്ടിൽ കിടക്കുന്നില്ലേ? എന്താ ചെലവഴിക്കാത്തത്? ചെലവഴിക്കുന്നത് നിയമപരമായി ചെലവഴിക്കാൻ പറ്റും. വീട് വെച്ച് കഴിഞ്ഞില്ലേ ബില്ല് കൊടുക്കേണ്ടത്? റോഡ് പണിത് കഴിഞ്ഞില്ലേ പൈസ കൊടുക്കേണ്ടത്? അതുപോലെ പാലം പണിത് കഴിഞ്ഞില്ലേ പൈസ കൊടുക്കേണ്ടത്? അപ്പോൾ എന്തെല്ലാം ആഖ്യാനങ്ങളാണ്. വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെതിരെ മാധ്യമ പിന്തുണയോടെ കേരളത്തിലെ കോൺഗ്രസ് കെട്ടുകഥയുണ്ടാക്കി. നരേന്ദ്രമോദി ചെയ്യുന്നതിനെല്ലാം 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം, കേരളം ഞങ്ങൾക്ക് തൊട്ടിട്ട് കാര്യമില്ല എന്നുള്ള നല്ല ബോധ്യം. അതുകൊണ്ട് കേരളത്തിൽ എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കോൺഗ്രസ് ഞങ്ങളുടെ കൂടിയാണ്. ജനവികാരമൊന്നും ഞങ്ങൾക്കെതിരായിട്ടുണ്ടാക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കത്തില്ല. BJPക്കാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും കോൺഗ്രസ് ഉണ്ടാക്കത്തില്ല. കേരളമാകെ ഒരുമിച്ച് നിന്ന് BJP ഒറ്റപ്പെടുത്തിയാൽ BJP നേതാക്കന്മാർ വഴിയിലിറങ്ങി നടക്കത്തില്ല. പക്ഷേ അതിന് കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളും BJPയെ സഹായിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, വയനാട് പുനരധിവാസമൊക്കെ നടക്കും. മലയാളികൾ നല്ല മനുഷ്യരാണ്. അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 വെള്ളി രൂപ പോലും കൊടുക്കരുത്, ഇതെല്ലാം അഴിമതിയാണെന്ന് എതിരാളികൾ പറഞ്ഞ് ബന്ധിപ്പിച്ചിട്ടും ലോകം മുഴുവൻ സഹായിച്ചു. ആ പണം കേരളത്തിലെ ഗവൺമെൻറ് ഫലപ്രദമായി പ്രവർത്തിക്കുകയാണ്. മറുഭാഗത്തൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. KPCC എത്ര രൂപ പിരിച്ചു? കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല. നിങ്ങൾ കൊടുക്കോ ഇല്ലെന്ന് ഹൈക്കോടതി. അപ്പോൾ KPCC എത്ര രൂപ പിരിച്ചു? അവർ പറയുന്ന ഒരു ആപ്പ് വെച്ചാണ് പിരിക്കുന്നത്. അപ്പോൾ ആപ്പ് വെച്ച് പിരിച്ചാലുള്ള ഗുണം എന്താണ്? ഇന്ന് പിരിച്ച പൈസ ഇപ്പോൾ എനിക്കറിയാം. ഇന്ന് ജൂലൈ മാസം വന്ന പൈസ എത്ര, ആഗസ്റ്റ് വന്ന പൈസ എത്ര, അത് ആപ്ലിക്കേഷൻ നോക്കിയാൽ മതി. അതിനാ ആപ്പ് എന്ന് പറയുന്നത്. ആ ആപ്പ് പ്രകാരം എത്ര കോടി കിട്ടിയെന്ന് KPCC പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പത്രക്കാർ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ മറുപടി കിട്ടിയിട്ടുണ്ടോ? പിന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കാശ് എവിടെ പോയിന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അത് വയനാട്ടിലെ ദുരിതാശ്വാസമല്ല, വേറെ ചില ആശ്വാസങ്ങൾക്ക് ചെലവഴിച്ചത് സംസ്ഥാനം വിട്ടാണ് വന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഇതാണ് കേരളം. മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ നമ്മുടെ എൽസൺ എസ്റ്റേറ്റിൽ പോയി സന്ദർശനം നടത്തി. അവിടെ കെട്ടിടപ്പണി നടക്കുന്ന കണ്ടു. നഗര നടുവിലാണ് ആ കെട്ടിടങ്ങളെല്ലാം. കൽപ്പറ്റയ്ക്കടുത്താണ് മുസ്ലിം ലീഗുകാർ സ്ഥലം കണ്ടെത്തിയത് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെ. ഇത് നഗര നടുവിലാണ്. അവിടെ 1 സെൻറ്റിന് എത്ര കിട്ടും? നഗര നടുവിൽ. മുസ്ലിം ലീഗുകാർ വാങ്ങിച്ചെടുത്ത കച്ചവടം എങ്ങനെയാണെന്നറിയോ? അത് തോട്ടമാണ്. തോട്ടമാണെങ്കിൽ വീട് വെക്കാൻ അവകാശമില്ല. ഇപ്പം മുസ്ലിം ലീഗ് എന്താ പറയണത്? തോട്ടമായതുകൊണ്ട് വീട് വെക്കാൻ സഹായിക്കണം കേരളം. ആരെ സഹായിക്കണം? സംസ്ഥാന സർക്കാർ സഹായിക്കണം. ആരെ സഹായിക്കണം? ദുരന്തബാധിതരെ സഹായിക്കണം. നന്നായി. അപ്പോൾ അതിൻ്റെ നേട്ടമാർക്കായിരിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ പുതിയ സാഹചര്യം. റൈറ്റ്. തീർച്ചയായും ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം യുവജന സംഘടനകളൊക്കെ എടുത്തിട്ടുള്ള നിലപാടിൻ്റെ ഭിന്ന കാഴ്ചകളാണ് എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളത്. തുടർച്ചയായി കേന്ദ്രം ഇക്കാര്യത്തിൽ എടുത്തു വരുന്ന ഒരു സമീപനമുണ്ട്, ഉരുണ്ടുകളിയുണ്ട്. വ്യക്തമായി ഒരു വലിയ കൃത്യമായ സഹായം കേരളത്തിന് കിട്ടരുത്, നൽകരുത് എന്ന ബോധ്യത്തോടു കൂടി പെരുമാറുന്നു എന്നത് ഇന്ന് നമ്മുടെ മലയാളികളുടെ ഒരു ബോധ്യമാണ്. കോടതി പോലും നിരന്തരം ചോദിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു അനുഭവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ സംഭവിച്ചു. എന്നാൽ തൊട്ട് തലേ ദിവസം 2 സംസ്ഥാനങ്ങളെ കയ്യയച്ച് സഹായിക്കുന്നതും നമ്മൾ കാണുക. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം ഈ രാജ്യത്തുണ്ട് എന്നതാണ് ഇന്നത്തെ ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ഞാൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ജിജു പി അലക്സിലേക്ക്, അതുപോലെ ശ്രീ സജീവനിലേക്കും വരികയാണ്. ഡോക്ടർ ജിജു പി അലക്സ്, ഈ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട്
കേരളം എന്ന ഈ സംസ്ഥാനത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ലഭിക്കേണ്ടതായിട്ടുള്ള പ്രത്യേക സഹായം, സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് മാത്രമായി, കേരളത്തിന് മാത്രമായി ഇങ്ങനെ അതേതെങ്കിലും ഒരു മാസത്തേക്കോ ചില ആഴ്ചകളിലേക്കോ അല്ല, നിരന്തരം തടഞ്ഞു വെക്കുകയാണ്. ആ വലിയ ദുരന്തം സംഭവിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ കാര്യത്തിൽ കേന്ദ്രമെടുത്തിട്ടുള്ള ഈ സമീപനം, ആരെന്ത് വിചാരിച്ചാലും തങ്ങൾക്ക് ഒന്നുമില്ല, അത് കോടതിയായാലും കേരളത്തിലെ ജനങ്ങളായാലും എന്ത് ധരിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ, ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഘടനയിൽ എത്രമാത്രം യോജിക്കുന്ന ഏർപ്പാടാണ്? വലിയ വിവേചനമാണ് ആ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഓരോ ഗവൺമെന്റും നടത്തുന്ന പ്രവർത്തനങ്ങളൊന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഒട്ടാകെ കാലാവസ്ഥാ മാറ്റത്തിന്റെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് ഇവിടെ പറഞ്ഞിരുന്നു കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നം. ഒരിക്കലുമല്ല, കേരളത്തിൽ മാത്രമല്ല. നമ്മൾ തൊട്ടടുത്ത് ചെന്നൈയിൽ കണ്ടു, ബാംഗ്ലൂരിൽ കണ്ടു, ഏറ്റവും അവസാനം ഇപ്പോ ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും കാണുന്നു, അതുപോലെ പഞ്ചാബില് കാണുന്നു. ഓരോ സ്ഥലത്തും അതിവർഷം കൊണ്ടും അതുപോലെ തന്നെ ഉരുൾപൊട്ടല്, അതുപോലെ നിരവധിയായിട്ടുള്ള കടലിന്റെ കടന്ന് കയറ്റം എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള ദുരന്തങ്ങള് അതെ, അതുപോലെ നിരന്തരം ഉത്തരാഖണ്ഡിലും മറ്റും കാണുന്ന അനുഭവിക്കുകയാണ്. മിന്നൽ പ്രളയങ്ങൾ, രാജ്യ മിന്നൽ പ്രളയങ്ങൾ തലസ്ഥാനത്തെ കടുത്ത നടക്കുന്നു. മഴയെ തുടർന്ന് മുംബൈയിൽ. അതെ, അതെ. ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്ന തരത്തിലുള്ള ബാധ്യതകളല്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി മുഴുവൻ അട്ടിമറിക്കപ്പെടുന്ന വിധത്തില്, വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന വിധത്തിലാണ് ഈ ദുരന്തങ്ങളാകെ വരുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രളയം ഉണ്ടായ സാർ, അവിടെ സമയത്ത് അവിടെ ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് ഈ GSTയുടെ വരവോടുകൂടി നമ്മൾക്ക് ആ നികുതിയുടെ ഒരു ഭാഗം മാത്രം ലഭിക്കുന്നു. സ്റ്റേറ്റിൻ്റെതായ വളരെ നികുതി കുറച്ച് പിരിവിൻ്റെ സാധ്യതകളും അവകാശങ്ങളും എല്ലാം ചുരുക്കി കളഞ്ഞിരിക്കുന്നു, നിയന്ത്രിച്ചിരിക്കുന്നു, ഇല്ലാതാക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായും സെൻട്രൽ അസിസ്റ്റൻസ് വേണ്ടതല്ലേ? തീർച്ചയായും അത് വേണ്ടതാണ് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഇപ്പോ ഇതൊക്കെ ഏതെങ്കിലും ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഈവൻ ശാസ്ത്ര സമൂഹത്തിന് പോലും വളരെ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുന്ന തരത്തിലല്ല ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക നഷ്ടം നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞു വന്നത്. ഇപ്പോ പ്രളയം കേരളം നേരിട്ട സമയത്ത് ഏതാണ്ട് 10-35,000 കോടി രൂപയുടെ നഷ്ടമാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നീഡ് അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തത്. അപ്പൊ ഈ മുണ്ടക്കൈ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന, ഞാനത്തെ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ 2,221 കോടി രൂപയാണ് നമുക്ക് വേണം എന്ന് നമ്മൾ നിശ്ചയിച്ചത്. അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് ചെറിയ സമയത്തിനുള്ളിൽ അത്രമാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതൊരു പ്രൊജക്ഷനാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് ആവശ്യപ്പെട്ടത് എത്ര കോടി രൂപയാണ്? 5,700 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. അവരും ഇതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നീഡ് അസസ്മെന്റ് നടത്തിയിട്ട് തന്നെയാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5,702 കോടി രൂപയാണ് ഉത്തരാഖണ്ഡ് ആവശ്യപ്പെട്ടത്. നമ്മൾ ഇതുപോലെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ നമുക്ക് എന്താ ലഭിച്ചത് യഥാർത്ഥത്തിൽ? നമുക്ക് ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റം ഉൾപ്പെടെ അപ്രതീക്ഷിതമായി നടക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ സമീപിക്കുന്നതിനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി നമ്മളിത് ആവശ്യപ്പെട്ടപ്പോൾ നമുക്കൊരൊറ്റ പൈസ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മൾ മാത്രം ശേഖരിച്ച 740 കോടി രൂപ CMDRF, അതിൽ നിന്നുള്ള തുകയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കോടതി ഇടപെട്ട സമയത്ത് കേരളത്തില് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉപയോഗിച്ച് ഒരു 120 കോടി കൊടുക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് 120 കോടി രൂപ കൊടുക്കാൻ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടി വന്നു. അത് തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ പ്രകാരമാണ് വന്നത്. അത് പണ്ട് ഒരു എയർലിഫ്റ്റിംഗ് ചാർജിനായിട്ട് മാറ്റി വെച്ചിരുന്ന തുക എടുത്ത് ഉപയോഗിച്ചോളാൻ നമ്മളോട് പറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടും വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടായ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മൂലധന നിക്ഷേപത്തിന് വേണ്ടി സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കാവുന്ന തുകയിൽ നിന്ന് ഒരു 529 കോടി എടുത്ത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അത് സഹായമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയുള്ള സഹായമെന്ന് നമുക്ക് കരുതാനേ കഴിയില്ല. വേറൊരു വിഭാഗത്തിൽ കിടന്ന തുക വേണമെങ്കിൽ എടുത്ത് ഉപയോഗിച്ചോളാൻ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു അനുവാദം തരികയാണ് ചെയ്തിട്ടുള്ളത്.
പിന്നീട് അതുപോലെ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ഥാപനങ്ങളൊക്കെ തന്നിട്ടുള്ള സംഭാവനകളൊക്കെ തുക വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പുനരധിവാസവും പുനർനിർമ്മാണ പ്രക്രിയയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് മുഴുവൻ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഒറ്റയടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ദുസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ളത്. അതിപ്പോൾ കേരളത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവരെ കൈ അയച്ച് സഹായിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിമാചൽ പ്രദേശിൽ 1500 കോടി രൂപ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കുന്നു, പഞ്ചാബിൽ 1600 കോടി രൂപ പ്രഖ്യാപിക്കുന്നു, ഉത്തരാഖണ്ഡിൽ എത്രത്തോളം കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 5702 കോടി രൂപയാണ്. നമ്മൾ ആവശ്യപ്പെട്ടത് 2200 കോടിയാണ്. ഇനിയിപ്പോൾ അത് കുറച്ചാൽ പോലും ഈ തരത്തിലുള്ള പുനർനിർമ്മാണത്തിന് നമുക്ക് സംസ്ഥാന ബജറ്റിൽ നിന്ന് ചെലവഴിക്കാവുന്ന തുകകൾ എത്രയോ കൂടുതലാണ് നമുക്ക് ചെലവഴിക്കേണ്ടി വരിക. തീർച്ചയായും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള ധനസഹായത്തിൽ ഈ പ്രത്യേക പ്രശ്നം മുൻനിർത്തി സവിശേഷമായ വിധത്തിലുള്ള ധനസഹായം നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ. നമ്മളിപ്പോ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ കേരളത്തിൽ വന്ന സമയത്ത് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള നമുക്ക് നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുള്ള കേന്ദ്ര വിഹിതം അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ പദ്ധതി വിഹിതം, ധനസഹായം, അതിനുവേണ്ടി അടുത്ത ഫിനാൻസ് കമ്മീഷനോട് നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ സവിശേഷമായ ചില പാരിസ്ഥിതിക പ്രത്യേകതകൾ മുൻനിർത്തി നമുക്ക് കൂടുതൽ ധനസഹായം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഏതാണ്ട് 600 കിലോമീറ്ററോളം നീളുന്ന തീരപ്രദേശമുണ്ട്. ആ തീരപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെയാണെന്ന് പറയാം, വലിയ തോതിലുള്ള കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, തീരം അതിക്രമിച്ചു കയറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ ചെല്ലാനം പോലെയൊരു സ്ഥലത്ത് നമ്മൾ വലിയ തോതിൽ തീരത്തെ അതിക്രമിച്ചു കയറുന്നത് തടയാൻ നമുക്ക് കഴിഞ്ഞു. അത് വലിയ തോതിലുള്ള ജനപ്രീതിക്ക് കാരണമായിട്ടുണ്ട്. ആ പ്രദേശം പൂർണ്ണമായും അത്തരത്തിൽ കടലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ജനങ്ങള് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. പക്ഷെ കേരളത്തിലെ മുഴുവൻ കടലാക്രമണം നേരിടുന്ന സ്ഥലത്തും അത്രയും തുക ചെലവഴിച്ച് നമുക്ക് അതുപോലെയുള്ള കടൽ ഭിത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ 2-3 വർഷം കൊണ്ട് തീർക്കാവുന്ന ഒന്നല്ല. അത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തമായി ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ആ സമയത്ത് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടുന്ന, ഇതിനുവേണ്ടി സവിശേഷമായി ലഭിക്കേണ്ടത്, പ്രത്യേകമായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന ധനവിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, കേരളം ഒരു ചെറിയ തുരുത്താണ്, നമുക്കറിയാം. പശ്ചിമഘട്ടവും അതുപോലെ തന്നെ തീരപ്രദേശവും ഒക്കെ ഉള്ള ഒരു നീണ്ടു കിടക്കുന്ന വളരെയധികം പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ ആഗോള തലത്തിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ മാറ്റത്തെ ഒരു യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് ആ കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ അതിജീവിക്കുന്നതിനുള്ള അതിജീവനക്ഷമത ജനങ്ങൾക്ക് നൽകുക. പ്രത്യേകിച്ച് ദുർബലരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്. ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ അവരാണ്. മത്സ്യത്തൊഴിലാളികൾ, സാധാരണ കർഷകർ മുതലായിട്ടുള്ള ആൾക്കാർ. ഇവരെങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക? ഇത് കാണേണ്ടതല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ധനം വീതം വെക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇതുവരെയും അവർ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ ഒരു പൊതു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതിന്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിൽ ഈ ധനവിഹിതം വിഭജിച്ച് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമുക്ക് പറയാം, തീർച്ചയായും വലിയ തരത്തിലുള്ള ബഹുജന ശ്രദ്ധ വരേണ്ടതാണ്. വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്ന് വരേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളത് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ സജീവൻ, പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ, പക്ഷേ അങ്ങനെ ഒരു ബഹുജന ശ്രദ്ധ വരേണ്ട ഒരു ഇത്തരം വിഷയങ്ങൾ അത് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാധ്യമങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. എന്നാൽ നോക്കൂ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ഇത് കൂടുതലായി കേരളത്തിൻ്റെ ഈ പൊതു ആവശ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം താല്പര്യം കാട്ടുന്നുണ്ട്, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ നിശ്ചയമായൊരു BJP പ്രതിനിധി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആ പാർട്ടിക്ക് ഇന്ന് ഈ ചർച്ചയോട് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രതിനിധിയില്ല. മറുഭാഗത്ത് മുമ്പ് പറഞ്ഞ പോലെ UDF-ൽ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് എന്ന പ്രശ്നം നിൽക്കുന്നു. അപ്പോൾ ജനകീയമായ പ്രശ്നങ്ങളെ, ഇത്തരം വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന കേരളത്തിൻ്റെ സവിശേഷമായ ഒരു സാധ്യതയെ വല്ലാതെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ടോ ഇന്നത്തെ പൊതു അന്തരീക്ഷം? ഒന്നാമത്തെ കാര്യം. രണ്ട്, നോക്കൂ, ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്തബാധിതരായ മനുഷ്യരുടെ ഈ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ ഓണക്കാലം നോക്കൂ, ഈ ഓണക്കാലത്ത് അർഹരായ ജനവിഭാഗങ്ങളിലേക്ക് കാര്യമായി പണമെത്തിച്ച് വിപണിയിൽ ഇടപെട്ട് ഓണത്തെ മെച്ചപ്പെട്ട ഒരു ഓണക്കാലമാക്കി കേരളം മാറ്റുമ്പോൾ ഇതുപോലെ ദുരന്തബാധിതരുടെ ഈ വായ്പ എഴുതിത്തള്ളുന്ന ഒരു കേന്ദ്ര അനുകൂല സമീപനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം മികവുറ്റതാകുമായിരുന്നു, എത്രമാത്രം ആശ്വാസം ഈ നാടിനുണ്ടാകുമായിരുന്നു, സാധാരണക്കാർക്കുണ്ടാകുമായിരുന്നു. അത്തരമൊരു സാധ്യതയും അത്തരം അവകാശവും കൂടിയല്ലേ ഇവിടെ നിഷേധിക്കുന്നത്?
ശരത്ത്, അത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കേന്ദ്രം പ്രഖ്യാപിച്ചൊരു കാര്യമാണ് ഇരട്ട എഞ്ചിൻ എന്നൊരു വാക്ക്. ഇരട്ട എഞ്ചിൻ എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കാൻ ഞങ്ങൾക്ക് അവകാശം കിട്ടിയാൽ മാത്രം പോരാ, അതത് സംസ്ഥാനങ്ങൾ കൂടി ഭരിക്കാനുള്ള അവകാശം കിട്ടിയാൽ മാത്രമേ ആ പ്രദേശങ്ങളിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് ഇരട്ട എഞ്ചിൻ പ്രയോഗം ആ പദപ്രയോഗം ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, അതിന് പിന്നാലെ എല്ലാ BJP നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഇത് തന്നെ ആവർത്തിക്കുന്നത്, ഇരട്ട എഞ്ചിൻ വേണം. അതായത് നിങ്ങളിപ്പോൾ ഇവിടുന്ന് കേരളത്തിലെ മുഴുവൻ MP-മാരെയും 20 MP-മാരെയും വിജയിപ്പിച്ചുകൊണ്ട് കാര്യമായില്ല, കേരളത്തിന്റെ ഭരണം കൂടി ഞങ്ങൾക്ക് കിട്ടണം. ഒന്നേ ഉള്ളൂ, ഇനി 20 പേരെ ജയിപ്പിച്ചാലും പോരാ, കേരളത്തിന്റെ ഭരണം കൂടി കിട്ടണം. അത് അതേപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയാൽ അവിടെ വികസനം വരും. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് പ്രധാനമന്ത്രി വന്നു, അനിൽകുമാർ പറഞ്ഞ പോലെ ഈ കുട്ടികളെ കൈ പിടിച്ച് ഒരുമിച്ച് നിർത്തിയിട്ട് ഉമ്മ വയ്ക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു എന്നു. പണം ഇവിടെ ഈ ദുരന്ത ബാധിത പ്രദേശത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പണം ഒരു പ്രശ്നമേ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റാരുടെയും കയ്യിലുള്ള കാശ് കൊണ്ട് ചെയ്യാനല്ലല്ലോ പറയാം. അപ്പൊ നമ്മളൊരു കാര്യത്തിന് നിങ്ങൾ വിഷമിക്കേണ്ട, സാമ്പത്തികമായിട്ടൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ആ ആളുകളെ സഹായിക്കാമെന്നാണ്. ഇത് പറഞ്ഞു പോയ ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹം ഇവിടെ ഇത്തരം കാര്യങ്ങൾ, വയനാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയെ നിയോഗിച്ചു. വേറൊരു കേന്ദ്രമന്ത്രി അവിടെ വയനാട് കുറെ സ്വന്തം നിലയ്ക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പഠനവും കഴിഞ്ഞു. ഇവരൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ജോർജ് കുര്യൻ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ജോർജ് കുര്യന്റെ റിപ്പോർട്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടും ഒരു തരത്തിലും സഹായിക്കില്ല നിലപാടെടുക്കുന്ന, വന്നു കഴിഞ്ഞ് വിമാനത്തിൽ വന്ന് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ കറങ്ങിയിട്ട് കണ്ണീർ കുറെ വാർത്തിട്ട് ചില നാടകങ്ങൾ കളിച്ച് പോയതല്ലാതെ ഇത് ചെയ്യില്ല. കാരണം ഇരട്ട എഞ്ചിൻ ഇവിടെ നിങ്ങൾ തരുന്നില്ല. നിങ്ങൾ ഒരു എഞ്ചിൻ പോലും ഞങ്ങൾക്ക് തരുന്ന ആകെ ഒരു MP ലെഫ്റ്റിനന്റ് ജയിച്ചു പോയ ഒരു MP ആണ്. നരേന്ദ്രമോദിക്കും അറിയാം, ജയിച്ചു പോയ MP-ക്കും അറിയാം ഇവിടെ ലെഫ്റ്റിനാണ് ജയിച്ചതെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ജയിച്ചു പോയ MP അല്ലാതെ കേരളം ഞങ്ങളെ പരിഗണിക്കുന്നതേ ഇല്ല. അടുത്ത കാലത്തൊന്നും ഞങ്ങളെ പരിഗണിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവിടേക്കൊന്നും തരില്ല. ഞങ്ങൾ തരില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതൊരു തരത്തിൽ വെല്ലുവിളിയാണ്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട്, ഈ സംസ്ഥാന സർക്കാരിനോടല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള LDF-നോടോ ഒന്നുമല്ല ഇവരുടെ വെല്ലുവിളി, ജനങ്ങളോട് വെല്ലുവിളി, ജനങ്ങളെ വെല്ലുവിളി. ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തും. അതൊരു വലിയ കൃത്യം. അതുകൊണ്ടാണ് കോടതി പറഞ്ഞു, ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, ബാങ്ക് വായ്പ, അതായത് എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ അവിടെ ഒരു സെന്റ് ഭൂമി പോലും അവശേഷിക്കാത്ത രൂപത്തിൽ പോയ ആളുകളുണ്ട്. ഞാൻ ഈ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ പറഞ്ഞ പല അനുഭവങ്ങളും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നിൽ 0-ൽ നിന്ന് തുടങ്ങണം എന്നാണ് അവർ പറയുന്നത്. 0-ൽ നിന്ന് തുടങ്ങേണ്ട ആളുകൾ ഇപ്പോഴുള്ള വായ്പയും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ അവർ 0-ൽ നിന്ന് പോലും അവർക്ക് തുടങ്ങാൻ കഴിയും? അപ്പോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ അങ്ങനെ ഗതികെട്ടിട്ട് നമ്മുടെ ശ്വാസം മുട്ടിച്ചിട്ട് അവസാനം തനിക്കാക്കി മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിലേക്കാണ് BJP കൊണ്ടുപോകുന്നത്. കാരണം എന്ത് വന്നാൽ പോയി വയനാട്ടിലെ സ്ഥിതി അറിയാം. വയനാട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് വയനാട് മണ്ഡലത്തിൽ കിട്ടിയ വോട്ടിന് കണക്ക് നമുക്കറിയാം. വയനാട് നിയമസഭാ മണ്ഡലങ്ങൾ 3-ലും BJPയുടെ ഗതി എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. തദ്ദേശ സ്ഥാപനങ്ങളിൽ എന്താണ് സ്ഥിതി എന്നറിയാം. അപ്പൊ അവിടെയുള്ള ആളെ ജയിപ്പിച്ചിട്ട് അവരുടെ ആളുകൾ രക്ഷിച്ചിട്ട് കാര്യം? ഞങ്ങളെ പരിഗണിക്കാത്ത ആളുകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന കൃത്യമായ നിലപാടാണ് ഈ നരേന്ദ്രമോദി സർക്കാർ. അതിന് നമ്മളിപ്പോ എന്തെല്ലാം തരത്തിൽ പ്രതികരിച്ചാലും ഒരു കാര്യമില്ല. പിന്നെ പ്രതികരിക്കേണ്ട, വയനാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മുന്നിൽ നിന്നിട്ട് സംസ്ഥാന സർക്കാരിന്റെയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട അവിടെയുള്ള ലോക്സഭാംഗമാണ്. അവിടെ ലോക്സഭാംഗം ഈ സംഭവം ഉണ്ടായിട്ട് എപ്പോഴാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഈ ശരിക്കും പറഞ്ഞ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അവർ എത്ര കൊമ്പത്തുള്ള ആളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അതിന്റെ ജനങ്ങളുടെ ഭാഗമായി മാറുകയാണ് വേണ്ടത്. വോട്ട് വാങ്ങിപ്പോയിട്ട് കാര്യമില്ല. അവർ വന്നിട്ട് എന്താണുള്ളത്?
അവിടെ ഇപ്പോൾ അല്ല നടക്കുന്ന കാര്യം അവിടെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ അവിടെ വയനാട് ലോക്സഭാംഗം എന്ന നിലയിലടക്കം രാഹുൽ ഗാന്ധിയൊക്കെ വാഗ്ദാനം ചെയ്ത വീടുകളുണ്ട്, കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുണ്ട്, യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുണ്ട്. അതൊക്കെ ഇപ്പോഴും ആ വാഗ്ദാനങ്ങളായി മാത്രം നിൽക്കുകയാണ്. അതിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പിരിച്ച പണത്തിൻ്റെ കണക്ക് പോലും അവ്യക്തമാണ്. എവിടേക്കൊക്കെയാണ് ആ പണം പോയിട്ടുള്ളത്, ആരൊക്കെ തട്ടിയെടുത്തു, ആളുകളെ പണം കൊടുത്തവരെ എങ്ങനെയൊക്കെ വഞ്ചിച്ചു. യഥാർത്ഥത്തിൽ ആ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ കേന്ദ്രബിന്ദുവിൽ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യസ്ഥാനത്ത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയും ഇവർ രണ്ടുപേരാണല്ലോ വയനാടിന്റെ അതെ, പ്രതിനിധികളായിട്ട് കുറച്ചു കാലം ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള അവർ എന്ത് കാര്യമാണ് ഇതിനു വേണ്ടി വയനാടിന്റെ ഈ പ്രശ്നത്തിൽ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെയുള്ള ആളുകളുടെ കഷ്ടതയെ മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമല്ലേ. ഇവിടെയുള്ള ബാക്കിയുള്ള എം പിമാരുള്ള പ്രത്യേകിച്ച് LDF MP-മാരുടെ ആണല്ലോ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇതിനു വേണ്ടി ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്താലും നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ സർക്കാരോ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. കാരണം അവരുടെ ലക്ഷ്യം അതാണ്. അവർക്ക് ഇരട്ട എഞ്ചിൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. പക്ഷെ ബഹളം ഉണ്ടാക്കാനെങ്കിലും വെറുതെ ഒച്ച വെക്കാനെങ്കിലും ഇവിടെയുള്ള വയനാടിന്റെ മുൻ എം പി ഇവർ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? ജയിപ്പിച്ച് വിട്ട് ഭൂരിപക്ഷം കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾ അങ്ങനെ ഭൂരിപക്ഷം കൊടുത്ത് പ്രത്യാശയോടുകൂടി നിൽക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാടിന്റെ കൂടെ നിൽക്കാൻ ആ MP-ക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെയുള്ള പ്രശ്നം, വയനാട്ടിലെ പ്രശ്നം നമുക്ക് അറിയാവുന്നതാണ്. DCC ട്രഷററുടെ മരണം, അതിനുശേഷം ഇപ്പതാ ഒരു കോൺഗ്രസ് ഭാരവാഹിയുടെ വീട്ടില് ഈ കള്ളും മറ്റും ലഹരി പദാർത്ഥങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് അങ്ങനെ ഈ പ്രശ്നങ്ങളാണ് അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ താല്പര്യം. അതല്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് അവർക്കൊരു താല്പര്യമില്ല. ഈ തമ്മിൽ തല്ലും കുന്നായ്മയും മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ അനിൽകുമാർ, ഈ സാഹചര്യം ഇന്ന് ഹൈക്കോടതിയിലടക്കം ഈ സാഹചര്യങ്ങളാകെ പരിശോധിക്കുന്നതിന് മറ്റൊരു സാഹചര്യം ഒരു തലം കൂടിയുണ്ട്. അതായത് ഇങ്ങനെ വലിയ വിവേചനം ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരളം എന്ന സംസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും അധികം കേന്ദ്ര സർക്കാരിനാൽ ഇത്രമേൽ വിവേചനം നേരിടുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ലാത്ത വണ്ണം നിൽക്കുകയാണ് കാര്യങ്ങൾ. പക്ഷേ അവിടെയും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ മുമ്പിൽ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരവും ഏറ്റവും മികച്ചതുമായിട്ടുള്ളത് ഓണക്കാലമാണ്. നമ്മുടെ ഈ ഓണക്കാലം കേരളത്തെ സംബന്ധിച്ച് കാലാവസ്ഥ അല്പം ഭേദമായി നിന്നതിൻ്റെ ഒരു വലിയ മികവുണ്ട്. തുടർന്ന് അങ്ങോട്ട് മറ്റെല്ലാ തലങ്ങളിലും നോക്കിയാലും കേരളം ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോഴും കേരളം അതിനെ ഏറ്റവും മികവോടെ അഭിമുഖീകരിച്ചെന്നോ അല്ലെങ്കിൽ ആ ഓണക്കാലം കടന്നുപോയി എന്ന് പറയാവുന്ന ഒരു സാഹചര്യവും അനുഭവം കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ കേരളത്തോട് വിവേചനപരമായി പെരുമാറുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ച് അവരെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലാണോ കേരളത്തിൻ്റെ ഒരു പെർഫോമൻസ്? അത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് കാലത്ത് അതിൻ്റെ തലേദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സർവേ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും വരുന്നതാണ്. ആ സർവേയിൽ കണ്ടെത്തിയ കാര്യം, ഇന്ത്യ രാജ്യത്ത് കമ്പോളം ചുരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാറുകളുടെ വിൽപ്പന കുറഞ്ഞു. ഇടത്തരക്കാരുടെ ഉപഭോഗം എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വാങ്ങൽ കഴിവിൻ്റെ കുറവ് മൂലം സംഭവിക്കുന്ന ദുരന്തമെന്ന് പറയുന്നത് മാന്ദ്യത്തിലേക്കാണ്. ഇതാണ് ആ സാമ്പത്തിക മാന്ദ്യം ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ പരിഹാരമായിട്ട് GST ഇപ്പോൾ ഭേദഗതി വരുത്തി. അപ്പോൾ അതിൻ്റെ നേട്ടമാർക്കാണ്, ഗുണമാർക്കാണ്, ആരാണ് പണം കൊണ്ടുപോകുന്നത്? സമീപകാലത്ത് കാറുകളുടെ വില കുറയ്ക്കുമ്പോഴൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്ന നേട്ടം എത്രയാണ്? ഇടതുപക്ഷ ജനാധിപത്യം പറയുന്നത് 62 ലക്ഷം വീടുകളിൽ 1600 കൊടുക്കുന്ന പെൻഷനൊന്ന് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരണം. അതൊരു 2000 ആക്കാനോ അല്ല വാഗ്ദാനപ്രകാരം 2500 ആക്കാനോ ഞങ്ങൾക്കൊരു സഹായം തരണം. ഞങ്ങൾ തൽക്കാലം കേന്ദ്രം ഞങ്ങളെ സഹായിക്കണ്ട. ഞങ്ങളുടെ ആ കടമെടുപ്പിൻ്റെ പരിധിയുടെ കാര്യത്തിൽ നിങ്ങൾ ചില നിബന്ധനകൾ ഏർപ്പെടുത്തി ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ മതി. ഞങ്ങൾക്കൊരു കിബി ഉണ്ടല്ലോ, കിബിയിലൂടെ ഞങ്ങൾ തൽക്കാലം വികസനമെല്ലാം നടപ്പാക്കിക്കോളാം. അതിനെടുക്കുന്ന പൈസ എന്ന് പറയുന്നത്, വായ്പ എടുക്കുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ കടത്തിൽ എഴുതി വെക്കരുത്. അത്ര നമ്മുടെ ആവശ്യമുള്ളൂ. സർക്കാർ ജീവനക്കാരുടെ DA എല്ലാം കൊടുത്തോളാം. ഒരു DA കുടിശ്ശിക ആവശ്യമില്ല. ഇവിടുത്തെ ചില ക്ഷേമ പദ്ധതികളിൽ അല്ലെങ്കിൽ ക്ഷേമനിധികളിൽ ചില കുടിശ്ശികകൾ കിടപ്പുണ്ട്. അത് തീർക്കാൻ കഴിയും. ഈ പെൻഷൻ തന്നെ ഒരു മാസത്തെ കുടിശ്ശിക ബാക്കിയുള്ളൂ. അതൊഴിച്ചുള്ളതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു.
അപ്പം നമുക്കൊരു ശ്വാസം വിടാനുള്ള സമയമാണ് കേരളം ചോദിക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനം കേരളമാണ്. അത് സാമ്പത്തിക വളർച്ചയുടെ നേട്ടമല്ല, പിന്നെ എന്തിൻ്റെ നേട്ടമാണ്? കേരളം അടിസ്ഥാനപരമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെയും സേവന മേഖലയുടെയും മികവുണ്ട്. അതിൻ്റെ ഭാഗമായ ഒന്നാം സ്ഥാനമാണ്, പല രംഗത്തും ഒന്നാം സ്ഥാനം. അത് നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്തായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പാണ് പശ്ചാത്തല മേഖലാ വികസനം. അത് കിബി നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ അനുപമമായ ഒരു വികസന മാതൃക കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചൊരു ഔദാര്യം തന്നില്ലെങ്കിലും കേരളത്തെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 10-15,000 രൂപയുടെ ഒരു കുടിശ്ശിക, ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് നിങ്ങൾ കണക്ക് നോക്കിയാൽ മതി. 2 ലക്ഷം കോടി രൂപയാണ് ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ്. 1,10,10,000 കോടി രൂപ കേരളത്തിൻ്റെ തനത് വരുമാനവും നികുതി വരുമാനവും നികുതിയേതര വരുമാനമാണ്. 42,000 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ കടമെടുക്കാനുള്ള റൈറ്റാണ്. കേന്ദ്രത്തിരുന്ന് പൈസയല്ല, നമ്മുടെ GDP-യുടെ 3%, 42,000 കോടി രൂപ. ബാക്കി കേന്ദ്ര നികുതി വിഹിതത്തിൽ നമുക്ക് കിട്ടാനുള്ള പൈസ എന്ന് പറയുന്നത് ഒരു 38-40 കോടി അടുത്ത് വരും. അതിപ്പോൾ ഈ GST-യുടെ പ്രശ്നം വന്നാൽ ഒരു 10,000 കോടി കുറയുമെന്നാണ് അവസാനം വന്ന കണക്ക്. ആ 10,000 കോടി രൂപയുടെ ദാരിദ്ര്യം ഇവിടെ കിടക്കും. ആ ദാരിദ്ര്യം വന്ന ഉടനെ പ്രതിപക്ഷ നേതാവും കൂട്ടിറങ്ങും. ചില ആളുകൾ ചട്ടി എടുത്തുകൊണ്ട് സമരത്തിനിറങ്ങും. മാധ്യമങ്ങൾ വലിയ കോലാഹലം കൊടുക്കും. ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കം നടക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ വന്നാൽ, ഏതെങ്കിലും ഒരു ഉപകരണം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാൽ അതോടുകൂടി മെഡിക്കൽ കോളേജെല്ലാം തകർന്നു, അതോടുകൂടി ആശുപത്രികൾ തകർന്നു, അതോടുകൂടി ഭരണം തകർന്നു. ഓരോ ദിവസവും ആഖ്യാനം എഴുതുകയാണ്. അല്ല, അതിലിപ്പോൾ പുതിയതായി വന്നിട്ടുള്ള പോലീസാണ്. NRI അതിൽ പുതിയതായി ഇപ്പോൾ ജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് പോലീസാണെന്നാണ് അതില് ഈ പറഞ്ഞ ആളുകൾ വിചാരിക്കുന്നത്. ഞാൻ സാധാരണഗതിയിൽ ഈ ഒരു മാർഗവും ഇല്ലെങ്കിൽ പിന്നെ പെങ്ങളെ കെട്ടുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ. പെണ്ണ് കിട്ടില്ല, പെങ്ങളെ കെട്ടുക എന്നൊരു പരിപാടി. അതല്ല ഈയിടെ നടത്തിയത്. ഒരു ഇന്ദുചൂടൻ മരിച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. മരിച്ചത് പോലീസ് മർദ്ദനം മൂലം. ആരാ പറയണത്? അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ ഈ ഇന്ദുചൂടന് മർദ്ദനമായിട്ടെന്ന് പറയുന്നത് ഏത് കൊല്ലാണ്? 2000 ആണ്ടിലെ. അപ്പോൾ 25 കൊല്ലം മുമ്പത്തെ സംഭവമാണ് ഇപ്പോഴത്തെ പത്രത്തിലെ വാർത്ത. ഞാൻ പലതും നോക്കി. 10 കൊല്ലം പഴക്കമുള്ളത്, 15 കൊല്ലം പഴക്കമുള്ളത് എല്ലാം കൂടെ ചേർത്തിട്ട് കേരള പോലീസിനെതിരായിട്ടൊരു ആഖ്യാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ഈയിടെ ഒരു പത്രത്തിലെ മുഖപ്രസംഗം കണ്ട് ഞെട്ടിത്തെരിച്ചു പോയി. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണായി എന്നാണ് പത്രത്തിലെ മുഖപ്രസംഗം. ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതിൻ്റെ തലേദിവസ വാർത്ത എന്ന് പറയുന്നത് NRIF റാങ്കിങ്ങിൽ കേരളം മികച്ച നേട്ടമാണ്. 300 കോളേജുകൾ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനത്ത്. അതിൽ 74 കോളേജ് കേരളത്തിലാണ്. ആ 74 18 കേരളത്തിലെ സർക്കാർ കോളേജാണ്. ഈ സർക്കാർ കോളേജ് നേട്ടം ഉണ്ടാക്കിയത് കിബിയിലെ നടക്കുമോ? ഇവിടുത്തെ സർവകലാശാലകൾ, കേരള സർവകലാശാല 6ാം സ്ഥാനത്ത്, കുസാറ്റ് 7ാം സ്ഥാനത്ത്. ആകെ 100 എണ്ണത്തിൽ 6-7 കേരളത്തിലെ സർവകലാശാലകളെല്ലാം ആദ്യത്തെ ഒരു 50-നകത്ത് കിടക്കുകയാണ്. ഇത്രയും മികവാർന്നൊരു കേരളം ഉണ്ടായിട്ട് NRIF റാങ്കിങ്ങിൽ ഇതെല്ലാം ഈ നേട്ടമെല്ലാം ഉണ്ടാക്കിയിട്ടും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കിൻ്റെ കണക്ക് വന്നപ്പം അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മളെന്നുള്ള റിപ്പോർട്ട് ഏറ്റവും അവസാനം പുറത്തു വന്നില്ലേ? പക്ഷെ തകരുന്ന കേരളം, ഈ കേരളം തകരുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുള്ളൂ, ഇനി മോദിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേരളത്തെ, കോൺഗ്രസ്സുകാർക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം കേരളം എന്ന് പറയുന്നത് എങ്ങനെ വളർത്തണം നമുക്ക് പഠിച്ചു. 20,000 കോടി രൂപയാണ് ഓണക്കാലത്ത് പമ്പ് ചെയ്തത്. ആഗസ്റ്റ് മാസത്തിൽ ആ പണം ജനങ്ങളുടെ കയ്യിലെത്തി. അതുകൊണ്ട് ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ആളുകൾ ഫ്രീ ആയി. നിങ്ങൾ കമ്പോളം പോയി നോക്കിയോ, കച്ചവടം പോയി നോക്കിയോ, എങ്ങനെ കേരളത്തെ വികസിപ്പിക്കണമെന്ന് പിണറായി സർക്കാരിന് നല്ല അറിയാം. ബാലഗോപാൽ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് മികവാർന്ന ധനകാര്യ മാനേജ്മെൻറ്റ് എല്ലാ മേഖലയിലും ആ നേട്ടമാണ്. നമുക്കൊരു പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇത്ര കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കേരളത്തിലെ ബഹുജനങ്ങളോട് കൈകൂപ്പി CPM-ന് വേണ്ടി, ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആനുകൂല്യം 2 ആഴ്ച നീക്കി വെക്കേണ്ടി വന്നാൽ, 2 ആഴ്ച മാറ്റി വെക്കേണ്ടി വന്നാൽ അത് വെച്ച് സർക്കാരിനെ ആക്രമിക്കാൻ ഇറങ്ങരുത്. ഞാനിപ്പോൾ ഏറ്റവും അവസാനം കേട്ടുകൊണ്ടിരിക്കുന്നത് നെല്ല് വിലയാണ്. കേന്ദ്ര സർക്കാർ 2,601 കോടി രൂപ നെല്ല് വിലയിൽ കേരളത്തിന് കിട്ടണം, സപ്ലൈകോക്ക് തരാനുണ്ട്. നമ്മൾ കർഷകർക്ക് ഈ ഓണക്കാലത്തും ഒരു 10,260 കോടി രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്, സത്യമാണ്. 2,600 മോദിയാണ് തരേണ്ടത്. അത് സപ്ലൈകോക്ക് തരാതായിട്ട് 5 കൊല്ലമായി.
സപ്ലൈകോയ്ക്ക് ആ സാധനം കൃത്യമായിട്ട് ആ പണം കേന്ദ്രം തന്നിരുന്നെങ്കിൽ ഈ സപ്ലൈകോയിൽ ഇപ്പോൾ ഈ ഓണക്കാലത്ത് കണ്ട സമൃദ്ധി എല്ലാ മാസവും ഉണ്ടാവില്ലേ? നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ മോദി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളുടെ കേരളത്തിനെതിരെ ഇങ്ങനെ വികാരപരമായ ആളുകൾക്കിടയിൽ വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ഇറങ്ങിത്തിരിക്കരുത്. സർക്കാർ ജീവനക്കാരാവട്ടെ, ഈ കേരളത്തിലെ ഏതു മനുഷ്യരുമാവട്ടെ, അർഹതപ്പെട്ടത് മുഴുവൻ തരാൻ കഴിയും. ചിലപ്പോൾ 2 ആഴ്ച മാറ്റി വെക്കേണ്ടി വരും, 1 മാസം മാറ്റി വെക്കേണ്ടി വരും. അതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാകണം. ഈ കേന്ദ്രം ചെയ്യുന്ന ഏറ്റവും കേരളത്തെ തകർക്കുന്ന ഈ കടന്നാക്രമണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു യുദ്ധത്തിലാണ് മലയാളി, മോദിയുമായിട്ടുള്ള യുദ്ധത്തിലാണ് മലയാളി. ഒരു യുദ്ധകാല ഗവൺമെൻറ്റാണ് കേരളത്തിലെ പിണറായി സർക്കാർ. ഈ യുദ്ധകാല സർക്കാരിന് ഒരല്പം ഔദാര്യം മാധ്യമങ്ങൾ തരണം. ഇത്രയും നമ്മൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ശരി, ഡോക്ടർ GGP അലക്സ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തകരുന്ന കേരളം എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും അധികം സാധ്യമാകാവുന്നൊരു ഒരു അന്തരീക്ഷത്തിലൂടെ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മൾ. മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്തെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയാൽ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്, വിശേഷിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്. ആ തകരുന്ന കേരളം എന്ന ആഖ്യാനത്തിനപ്പുറത്തേക്ക് ഏറ്റവും അവസാനത്തെ ഒരു കാലത്തെ, ഈ ഉത്സവകാലത്തെ ഒരു ഉദാഹരണമായി വെച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ താരതമ്യം ചെയ്യാം? തകരുന്ന കേരളത്തിനപ്പുറം ഇത്ര വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും ഞെരുക്കവും സാമ്പത്തിക ഞെരുക്കവും ഒക്കെ കേന്ദ്രം സൃഷ്ടിക്കുമ്പോഴും കേരളത്തിൻ്റേതായ ഒരു തനതു വരുമാനം കൂടുതൽ ആർജിച്ച് അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു സംസ്ഥാനമായി നിന്നതുകൊണ്ടുകൂടിയാണോ ഈ ഓണക്കാലം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്രത്തെ അടക്കം പ്രതിപക്ഷത്തെ അടക്കം മാധ്യമങ്ങളെ അടക്കം അമ്പരപ്പിക്കും വിധമുള്ള നിലയിൽ നമുക്ക് ഈ ഓണക്കാലം മറികടക്കാനായത്? അത് ആ നിലയിൽ താരതമ്യം ചെയ്താൽ താങ്കൾ എന്തു പറയും? തീർച്ചയായും കേരളത്തിന്റെ അനന്യമായ മാതൃക അത് നമ്മൾ പ്രത്യേകം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ ജനങ്ങൾക്ക് സന്തോഷകരമായ ഉത്സവാവസരങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്നു ഗവൺമെന്റിന് എന്നുള്ളത് ചെറിയ കാര്യമല്ല. നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ മികവാർന്ന സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ കൃതഹസ്തയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയിലെ ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആൾക്കാരുടെ കടവും എഴുതി തെള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ആദ്യം ആ തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് കേരള ബാങ്കാണ്. അവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള കണക്കനുസരിച്ച് 12 ദേശസാൽകൃത ബാങ്കുകൾ, കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ എല്ലാം കൂടി ചേർന്ന് 3220ഓളം അക്കൗണ്ടുകളും ഏതാണ്ട് 35 കോടി രൂപയോളം കടബാധ്യതയുമാണ് അവിടുത്തെ ഈ ദുരന്തത്തിന് ഇരയായവർക്കുള്ളത്. അതിനകത്ത് കേരള ബാങ്ക് സ്വന്തം നിലയിൽ തന്നെ ഈ കടങ്ങൾ എഴുതിത്തള്ളാൻ തീരുമാനിക്കുക ചെയ്തത്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അന്വേഷിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടില് മുമ്പ് വരെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ഇത്തരത്തിലുള്ള ബാങ്കുകളോട് വേണമെങ്കിൽ കടങ്ങൾ എഴുതിത്തള്ളാൻ ശുപാർശ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. അത് എടുത്തു കളയുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ആർക്കും ബാങ്കുകളോട് ശുപാർശ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സ്വന്തം നിലയിൽ ഒരു മനുഷ്യ അവകാശ പ്രശ്നം എന്ന രീതിയിൽ ഒരു സഹാനുഭൂതിയുടെ പേരിൽ അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഇത്തരത്തിൽ. അവിടെ ഒരു പൊതു കണക്ക് നോക്കുന്ന സമയത്ത് ഏതാണ്ട് മരണപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും കടങ്ങൾ എഴുതിത്തള്ളുന്നതിന് വേണ്ടി കേരള ബാങ്കിന്റെ കടബാധ്യതയുള്ളവരുടെ എഴുതിത്തള്ളുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട്. ഓരോരുത്തർ റവന്യൂ രേഖകൾ കൊടുക്കുന്നതിനനുസരിച്ച് ഏതാണ്ട് 1 കോടിയോളം രൂപ ഇതിനകം തന്നെ അത് തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു മാതൃകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ തരത്തിലുള്ള കേന്ദ്രത്തിന്റെ ധനസഹായം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ദുരന്തത്തിന് ഇരയായവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്നു. നിങ്ങൾ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള ഒരു സൗമനസ്യം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കാതിരിക്കുന്നു എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് അങ്ങ് പറഞ്ഞിട്ടുള്ള പുതിയ നമ്മുടെ ഈ ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ പൊതുവായിട്ടുള്ള വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം ആദ്യം നിയമസഭയില് ഈ നമ്മുടെ അക്കൗണ്ടന്റ് ജനറൽ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം
കേരളത്തിന്റെ പൊതുവായിട്ടുള്ള റവന്യൂ വരുമാനത്തിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഇടിവ് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്? അത് കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായത്തിന്റെ കുറവ് കൊണ്ടാണ് ആ തരത്തിലുള്ള ഇടിവ് വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 6.21% ഇടിവാണ് റവന്യൂ വരുമാനത്തിൽ പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ആ വരുമാനം ഇത്രയും കുറഞ്ഞതിന് പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിലുള്ള നമുക്ക് ലഭിക്കാനുള്ള തുകയിൽ വന്നിട്ടുള്ള വലിയ വ്യത്യാസമാണ്. ഏതാണ്ട് 27,337 കോടി രൂപ 2022-23 ഉണ്ടായിരുന്ന കേന്ദ്ര ധനസഹായം 2023-24 ആയപ്പോഴേക്കും 12,068 കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു. അത് എന്തുമാത്രം ഭയാനകമാണ് എന്നുള്ളത് ഇത് സംബന്ധിച്ച് അന്ധമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കണക്കുകൾ വെച്ച് പറയുമ്പോൾ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കണക്കല്ല, കേരള സർക്കാരിന്റെ കണക്ക് പോലുമല്ല, ഇത് അക്കൗണ്ടന്റ് ജനറലിന്റെ കണക്കാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നു കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നത് കേന്ദ്ര സഹായത്തിന്റെ കുറവ് കൊണ്ടാണ് എന്നുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എങ്ങനെയാണ് ഈ സാമ്പത്തിക മാനേജ്മെന്റ് ഇത്രത്തോളം ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായിട്ടുള്ള റവന്യൂ വരുമാനം, പ്രത്യേകിച്ച് നികുതികളിൽ നിന്നുള്ള വരുമാനം, കാര്യക്ഷമമായിട്ടുള്ള നികുതി പിരിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഏതാണ്ട് 8.12% വർധനമാണ് നോൺ ടാക്സ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 6.5% വർധനവ് നമ്മൾ ടാക്സിന്റെ കാര്യത്തിൽ പിരിച്ചെടുക്കുന്നതിന് അത് വർധന ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ തരത്തിലുള്ള മികച്ച കൈയടക്കത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ തരത്തിൽ ചെയ്യാൻ കഴിയും. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ഏതാണ്ട് 20,000 കോടി രൂപയാണ് ഗവൺമെന്റ് ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മുതലായവയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. ഏതാണ്ട് 60 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിച്ചു. ഏതാണ്ട് 13 ലക്ഷം കൂടുതൽ ആൾക്കാർക്ക്, ഗവൺമെന്റ് ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചു. പ്രത്യേകിച്ച് ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത വിധത്തിൽ വളരെ മനോഹരമായ വിധത്തിൽ വില നിയന്ത്രിക്കാൻ സാധിച്ചു. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ളവയുടെ ഏറ്റവും കൂടുതൽ വില, അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, കേരളത്തിലെ മാത്രം പ്രത്യേകതയുമല്ല. വെളിച്ചെണ്ണയുടെ വില പൊതുവെ കൂടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നിലവിലുണ്ട്. വെളിച്ചെണ്ണയുടെ വില ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വില വളരെയധികം താഴോട്ട് കൊണ്ടുവരുന്നതിന് കമ്പോളത്തിൽ നേരിട്ടൊരു ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ പ്രത്യേകം പഠനാർഹമായ ഒരു വിഷയമാണ്. ഒരു ഫെസ്റ്റിവൽ സീസൺ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ അവശ്യ വസ്തുക്കളുടെ വില വലിയ തോതിൽ വർദ്ധിക്കാൻ സാധ്യത ഉണ്ടാകുന്ന സമയത്ത്, കരിഞ്ചന്തയും അതുപോലെ തന്നെ പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയത്ത് അതിനൊന്നും ഇട നൽകാത്ത വിധത്തിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെ വലിയ തോതിൽ വിപണിയിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതും വില കുറച്ച് വെക്കാൻ കഴിയുന്നു. ഈ അടുത്ത കാലത്ത് ഒരു തർക്കമുണ്ടായി, ഇത് കേരളത്തിൽ ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ് എന്നുള്ളത്. ഇൻഫ്ലേഷൻ വളരെ ചെറിയ ചില സാമഗ്രികളുടെ കാര്യത്തിൽ മാത്രമാണ് വില കൂടുതലുള്ളത്. ബാക്കിയുള്ള പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ, പച്ചക്കറിയുടെ കാര്യത്തിൽ, അവശ്യ വസ്തുക്കളുടെ കാര്യത്തിലൊന്നും അത്തരത്തിലുള്ള വിലക്കയറ്റം നമുക്ക് പൂർണ്ണമായിട്ട് തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അത് മാത്രമല്ല, രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് എന്തായാലും ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മൾ കൈവരിച്ചിരിക്കുന്ന വലിയ നേട്ടം, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ആ പദവിക്ക് നമ്മൾ അർഹരാകാൻ പോവുകയാണ്. ഡിജിറ്റൽ സാക്ഷരതയുടെ ഒരു വലിയ പ്രവർത്തനം നടന്നു കഴിഞ്ഞു. നേരത്തെ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ച ഹയർ എഡ്യൂക്കേഷന്റെ രംഗത്ത്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ തരത്തിലുള്ള പ്രതിലോമകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും നമുക്ക് അതിന്റെ നിലവാരം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. പ്രധാനമായും അത് വർദ്ധിക്കുന്നതിന് കാരണം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള വലിയ വർധനമാണ്. പുതിയ ലാബറട്ടറികൾ, അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ, പുതിയ ഹോസ്റ്റലുകൾ എന്നിങ്ങനെയുള്ള മുന്നോട്ട് തന്നെയാണ് നാം കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര ശ്രമിച്ചാലും അതിനെ പിന്നോട്ട് വലിക്കുക സാധ്യമല്ല. എല്ലാ വികസന സൂചികകളിലും കേരളം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണെന്ന് കൂടി പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും അത്തരം സാധ്യതകളും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ കാണുന്ന ഈ അനുഭവങ്ങൾ, അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചർച്ച ചെയ്ത് പരിശോധിച്ച് പോകേണ്ടത് കൂടിയാണ്. അതങ്ങനെ കണ്ട് മറന്നു കളയേണ്ട ഒന്നല്ല. അത്തരം ചർച്ചകൾ, അത്തരം പരിശോധനകൾ ആ മികവിനെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് വിമർശനപരമായി അവതരിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ അതടക്കം പരിശോധിച്ച് പോകേണ്ടത് തന്നെയാണ്. ഞാൻ ശ്രീ സജീവൻ, താങ്കളോടും പറയാനുള്ള ഈ തകരുന്ന കേരളം എന്നുള്ള ഒരു വലിയ സാധ്യതയായിരുന്നു, വളരെ വലിയ അങ്ങനെ കരുതിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ തകരുകയല്ല, മികവോടെ കേരളം മുന്നോട്ട് പോകുന്നു, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു. ഇപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ സമീപനം എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ 2018 പ്രളയം, 19 പ്രളയ സമാനമായ സാഹചര്യം, 20-21 കോവിഡ്, അത് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടാകുന്ന സാഹചര്യം, അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തം നമ്മുടെ മുമ്പിൽ. ഇങ്ങനെ
എല്ലാ സാഹചര്യങ്ങളെയും നേരിട്ട ഒരു കേരളം, തകരുന്ന കേരളം എന്നത് വളരെ എളുപ്പത്തിൽ സംഭവിക്കാം എന്ന് കരുതാം. പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സാഹചര്യമാണ് ഈ ഓണക്കാലം, കടന്നുപോയ ഓണക്കാലം എന്ന് പറയുന്നത്. അതിലേക്ക് ശ്രീ സജീവൻ, നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നമ്മളൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ശ്രീ ജിജു ആയാലും ശ്രീ അനിൽകുമാർ ആയാലും ഒക്കെ സർക്കാർ ഇടപെടലുകൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് പണം എത്തിച്ചും വിപണിയിൽ ഇടപെട്ടതിൻ്റെയും സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മളത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ഈ ഓണക്കാലം എത്തുന്നതിന് മുമ്പ് മന്ത്രി JR അനിൽ ഏറ്റവും അധികം സംസ്ഥാന സർക്കാരിന് വേണ്ടി ദില്ലിയിൽ പോവുകയും കേന്ദ്രത്തോട് ഈ റേഷൻ കടയിലൂടെ 5 കിലോ അരി അധികമായി ഈ കാർഡ് ഉടമകൾക്ക് നൽകണം ഓണക്കാലത്തിന് വേണ്ടി എന്ന് റിക്വസ്റ്റ് കൊടുത്തൊക്കെ നമ്മുടെ വാർത്തകളായിരുന്നു. പക്ഷേ കേന്ദ്രം പൂർണ്ണമായി നിരാകരിച്ചു, അത് നിഷേധിച്ചു. തുടർന്ന് സംഭവിച്ച 1-2 കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാം. പക്ഷേ എന്നാൽ ഈ അരി വിതരണം വളരെ കാര്യമായി മികവോടെ സംഭവിച്ചു. അതിനുശേഷം വെള്ളക്കാടുകാർക്ക് ഏതാണ്ട് 43 കിലോ അധിക അരിയാണ് ലഭ്യമാക്കിയത്. റേഷൻ കട വഴി 15 കിലോയും സപ്ലൈകോയിലൂടെ 8 കിലോ സബ്സിഡി അരിയും 25 രൂപ നിരക്കിൽ 20 കിലോ ശബരി അരിയും നൽകുന്ന നിലയുണ്ടായി. നീലക്കാടുകാർക്കും പിങ്ക് കാർഡുകാർക്കും സഹായം എത്തിച്ചു. ഏകദേശം 82 ലക്ഷം റേഷൻ കാർഡുകാർക്കാണ് ഇത് പ്രയോജനപ്പെട്ടത്. അപ്പോൾ അതുപോലെ ഈ മഞ്ഞ കാർഡുകാർക്ക് സൗജന്യ കിറ്റ്. ഞാൻ അരിയുടെ കാര്യം മാത്രമാണ് ഉദാഹരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതോടുകൂടി മാധ്യമങ്ങൾക്കാകട്ടെ പ്രതിപക്ഷത്തിനാകട്ടെ നെഗറ്റീവ് സ്റ്റോറീസ് ഇല്ലാത്ത ഒരു ഓണക്കാലം എന്ന ഒരു അനുഭവമായിരുന്നോ നമ്മുടെ മുമ്പിൽ ഉണ്ടായത്, കടന്നുപോയത്? തീർച്ചയായിട്ടും ഈ ഓണത്തിന് നമ്മൾ മറ്റ് ദേശീയോത്സവങ്ങൾ, ഓണം വരുമ്പോഴാണെങ്കിലും വിഷു വരുമ്പോഴാണെങ്കിലും ഈ റംസാൻ കാലത്താണെങ്കിലും ഒക്കെ ഇല്ലായ്മകളെ കുറിച്ചുള്ള കഥകളാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ ശക്തമായിട്ടുണ്ടാവാറുള്ളത്. ഈ ഓണക്കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളും മാവേലി സ്റ്റോറിന്റെ റാക്കുകൾ കാലിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു തരത്തിലുള്ള ഇല്ലായ്മ പാട്ടുകൾ നടത്താത്തൊരു ഓണക്കാലമാണ്. ആർക്കും ഈ സമരം ചെയ്യേണ്ടി വരുന്നില്ല, ധർണയിരിക്കേണ്ടി വരുന്നില്ല, ഞങ്ങൾക്ക് പട്ടിണി ഓണം നടത്തേണ്ടി വരുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഓണത്തിന് കഞ്ഞിവെപ്പൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഓണക്കാലത്ത് കഞ്ഞി വെച്ചിട്ട് പ്രതിഷേധിക്കുന്ന ആളുകൾ. ഈ ഓണക്കാലത്ത് അതൊന്നും ഉണ്ടായില്ല എന്നത് തന്നെയാണ് എങ്ങനെയാണ് ഇപ്പൊ ഇവരെല്ലാവരും പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു സർക്കാർ അതിഭീകരമായ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങേയറ്റത്തെ പ്രതിലോമകരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുമ്പോഴും അതൊന്നും പരിഗണിക്കാതെ, അതൊന്നും കണ്ട് ഭയക്കാതെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക മാനേജ്മെന്റുമായിട്ട് മുന്നോട്ടേക്ക് പോയത്. എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണത്. പിന്നെ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഇപ്പൊ മാധ്യമങ്ങൾ സത്യത്തിൽ ഈ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കുക. അതൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാമല്ലോ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിഭീകരമായ രൂപത്തിൽ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഭീകരമായ രൂപത്തിൽ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ജനത്തിന് അതുവരെ അവരുടെ ക്ഷേമ പെൻഷൻ, അവരുടെ മറ്റു സൗകര്യങ്ങൾ, അവരുടെ ഭക്ഷ്യസുരക്ഷ, ഇത്തരം കാര്യങ്ങളൊക്കെ ജനം സ്വയം വിലയിരുത്തുന്നുണ്ട്. അവർ പ്രസ്താവന കൊടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ പോലെ ദിവസവും ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നില്ല. ഇതൊന്നും ചെയ്യുന്നില്ല. അവരിതെല്ലാം സ്വയം കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ വിലയിരുത്തലാണ് വോട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ടാണല്ലോ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ 8 സീറ്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് ഒരു സർക്കാരിനെ അധികാരത്തിൽ നിലനിർത്തുക പറയുന്നത് അത്ര ചുരുങ്ങിയ കാര്യമൊന്നുമല്ലല്ലോ. അതേപോലെ ഇപ്പോഴത്തെ അവസ്ഥയും 2018 ശേഷമുള്ള കേരളം എന്ന് പറയുന്നത് തികച്ചും വിഭിന്നമായ കേരളമാണ്. ദുരന്തങ്ങൾ ആവർത്തിച്ച് ഏറ്റുവാങ്ങിയ കേരളമാണ്. അങ്ങനെയുള്ള കേരളത്തിൽ ഇത്ര കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒക്കെ എന്തെല്ലാം തരത്തിൽ കളിച്ചാലും കേന്ദ്രം ഏതെല്ലാം രീതിയിൽ കുനിഷ്ടുകൾ നടത്തിയാലും ഇവിടെ ജനം ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവ പാഠമാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
നിശ്ചയമായും ഇത്തരം താരതമ്യങ്ങൾ ഉണ്ടാവുന്നത് ഈ സാഹചര്യങ്ങളിലൂടെയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത വിവേചനം തുടരുന്നു. ഇന്ന് പോലും ഹൈക്കോടതിയിലൂടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് 1 വർഷം പിന്നിട്ടും കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ശരിയായ സാമ്പത്തിക സഹായം അതുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല. ഇന്നലെ പോലും ഹിമാചൽ പ്രദേശിനും പഞ്ചാബിനും കൂടി 3100 കോടി രൂപയാണ് മോദി സർക്കാർ നൽകിയത്. അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന കേരളം എന്ന സംസ്ഥാനം പക്ഷേ അതിൽ വീണു പോവുകയല്ല ചെയ്തത്. അതിന് ബദലായി തനത് വരുമാനം കണ്ടെത്തി കേരളത്തിൻ്റെതായ മികവോടെ മുന്നോട്ട് പോകാം എന്ന് തെളിയിച്ച ഒരു ഓണക്കാലം നമ്മുടെ മുമ്പിൽ വന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം താരതമ്യങ്ങൾ ഉണ്ടാകും. അതിൽ അസ്വസ്ഥപ്പെടുന്നവരുണ്ടാകാം. എങ്കിലും ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ പോകേണ്ടതാണ്. ശ്രീ അനിൽകുമാർ, ഈ ഓണക്കാലം യഥാർത്ഥത്തിൽ കേന്ദ്രം ഈ ശൈലി തുടർന്നാലും കേരളത്തിന് പിടിച്ചു നിൽക്കാനാകും, സാമ്പത്തിക നില മെച്ചപ്പെടുത്തി ഇതുപോലെ മുന്നോട്ട് പോകാനാകും എന്ന് ഈ ഒരു ഓണക്കാലത്തിൻ്റേത് മാത്രമല്ലാതെ തുടർന്ന് അങ്ങോട്ടും അത് കേരളത്തിന് സാധ്യമാകുമെന്നൊരു ആത്മവിശ്വാസം ആളുകളിലേക്ക് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാർ വളരെ ബോധപൂർവം കേരളത്തിന് നൽകേണ്ട പണം അല്ലെങ്കിൽ വിഹിതം കുറച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് വരാൻ പോവാണ്. നമുക്ക് 10ാം ധനകാര്യ കമ്മീഷനിൽ ഏതാണ്ട് 3.82% കിട്ടിയിരുന്നു. ഇന്ത്യയിലാകെ വീതിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള നികുതിയുടെ 3.82%. ജനസംഖ്യ 2.3% ഇന്ത്യയിൽ മലയാളികളുടെ ജനസംഖ്യ. പക്ഷേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 3.82 ആണ്. ഓക്കെ, അതിപ്പോൾ 1.92 മാറി. അത് വർദ്ധിക്കുമോ കുറയുമോ? ഇതാണ് ചോദ്യം. വർദ്ധിക്കാനുള്ള സാധ്യത തീരെയില്ല. നവഫാസിസത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ട് വർദ്ധിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? മലയാളി സ്വയം വളരണം. മലയാളിക്ക് സ്വയം വളരാനാകും. മലയാളിക്ക് സ്വയം വളരാൻ കഴിഞ്ഞുകൊണ്ടാണ് മോദി സർക്കാരിൻ്റെ കാലത്ത് കേരളം അതിജീവിച്ചത്. ഇല്ല, കേരളം പണ്ടേ പാതാളത്തിൽ പോയേനെ. അതുകൊണ്ട് കേരളത്തെ പാതാളത്തിലേക്ക് അയക്കാൻ ഇനി മോദിക്കാവാത്ത വിധം കേരളം സ്വന്തം ശക്തി കൊണ്ട് വളർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൻപുറത്ത് പോയി ചോദിച്ചാൽ മതി, ഇനി നിങ്ങൾക്ക് എന്തുകൂടി വേണം? ശരി, ദേശീയപാത, മലയോരപാത, തീരദേശപാത, ഗ്രാമീണ റോഡ് എന്തുകൂടി വേണം? ചോദിക്കാൻ ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ 9.5 കൊല്ലക്കാലത്ത് നേട്ടങ്ങളായിട്ടുണ്ട്. എന്നാൽ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഉണ്ടാക്കുന്നതാണ് കേന്ദ്രം ഉണ്ടാക്കുന്നതാണ്. അത് കോൺഗ്രസിൻ്റെ സഹായത്തോടെ കേന്ദ്രം സൃഷ്ടിക്കുന്നതാണ്. നമുക്കതിനെ മറികടക്കാൻ കഴിയുന്ന നല്ല ആത്മവിശ്വാസമാണ് LDFനുള്ളത്. കേരളം തകരില്ല. ശരി, ഡോക്ടർ ജിജു പി അലക്സ്, ഇപ്പോൾ ഈ സാമൂഹ്യക്ഷേമ നടപടികൾ വളരെ ഫലപ്രദമായി ഓണക്കാലത്തടക്കം മുന്നോട്ട് പോകും. ഒരൊറ്റ ഉദാഹരണം കൂടി ചുരുക്കത്തിൽ പറയും. ഇപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കുള്ള ഓണസമ്മാനം 1000 രൂപ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഈ വളരെ മൈക്രോ ലെവൽ ഇടപെടൽ എന്ന് പറയാവുന്നതിൻ്റെ ഒരു സാധ്യതയാണിത്. അതുപോലെ തന്നെയാണ് അതേ ഓണക്കാലത്താണ് നമ്മൾ തുരങ്കപാതയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. 2135 കോടിയുടെ സംസ്ഥാനത്തിൻ്റേത് മാത്രമായ പദ്ധതി. ഇത് സ്റ്റേറ്റിനെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു സെൻട്രൽ റോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും നമ്മൾക്ക് ഇതേവിധം മുന്നോട്ട് പോകാനാകുമോ? ശ്രീ അനിൽകുമാറിനോട് ചോദിച്ചതിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ്. ഒന്ന് ചുരുക്കി. തീർച്ചയായും അത് ഇതുപോലുള്ള പല പദ്ധതികളും അതിൻ്റെ പൂർണ്ണതയിലെത്തി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. തുരങ്കപാതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അത് വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം വയനാട് ജില്ലയ്ക്കും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലുള്ളവർക്കും ഉണ്ടാകും. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഈ ദേശീയ ജലപാതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ സംഭവവികാസമാണ്. അപ്പം ദേശീയ ജലപാത വലിയൊരു സാധ്യതയാണ് കേരളത്തിന്റെ മുന്നിലുള്ളത്. നമുക്ക് വലിയ തോതിലുള്ള ചരക്ക് നീക്കത്തിന്, അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിന്, സാധാരണ രീതിയിലുള്ള ഗതാഗതത്തിനൊക്കെ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജക്ഷമം. പക്ഷേ അത് പൂർത്തീകരിക്കാനാകുന്നില്ലല്ലോ. എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പദ്ധതിയല്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ നിരവധി പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവിടെയും നമ്മൾ തടഞ്ഞു നിർത്തപ്പെടുന്നില്ല. തീർച്ചയായും നമുക്ക് മുന്നേറാൻ കഴിയുക തന്നെ ചെയ്യും. തീർച്ചയായും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, വലിയ തോതിലുള്ള ഞെരുക്കങ്ങളുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ധനമാനേജ്മെന്റിലൂടെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ആ തരത്തിൽ നമുക്ക് തീർച്ചയായും മുന്നോട്ട് പോകാൻ കഴിയും. അത് കേരളം തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിരവധി ഉദാഹരണങ്ങളാണ്. ഇത് വെറുതെ വീൺവാക്ക് പറയുന്നതല്ല. ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. പല യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
തീർച്ചയായും അത് കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. ശ്രീ സജീവൻ, ഇത്തരം കാര്യങ്ങളിൽ വളരെ ഫോക്കസ്ഡായി നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് നിശ്ചയമായും കഴിഞ്ഞ 10 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്രയൊക്കെ അഭിപ്രായങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ, സാമൂഹ്യ ക്ഷേമ വികസന കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ. എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ്, അഴിമതിയെ സംബന്ധിച്ച് ഒരു ക്ലെയിമും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിനേ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സർക്കാർ ഒരു ഭാഗത്ത്. എൻ്റെ ചോദ്യം ഇതാണ്, പ്രതിപക്ഷത്തിന് ഇത്തരം കാര്യങ്ങളിൽ, ജനകീയ വിഷയങ്ങൾ, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് അക്കാര്യങ്ങളിൽ ഇടപെടാനോ ബദൽ അവതരിപ്പിക്കാനോ പ്രതികരിക്കാനോ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് സത്യത്തിൽ ദിശാബോധമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് 2 തവണ ഭരണം നഷ്ടപ്പെട്ടതിലുള്ള വേവലാതി, അത് എങ്ങനെ തരണം ചെയ്യണം, ഭരണം തിരിച്ചു കിട്ടണം, പക്ഷെ അത് എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുക എന്നറിയാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഓരോ പ്രശ്നം വരുമ്പോഴും അഴിമതി എന്നങ്ങനെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ സർക്കാർ രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലും ദിശാബോധം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഭരണത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. റൈറ്റ്. വളരെയധികം നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. ഏതായാലും ഒടുങ്ങാത്ത കേരള വിരോധം മോദി സർക്കാർ തുടർച്ചയായി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിനിടയിലൂടെ തകരാതെ കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെ ആ താരതമ്യത്തിന് ഏറ്റവും ശക്തമായ തലത്തിൽ കാണാവുന്നത് തന്നെയാണ്. താരതമ്യത്തിന് വിധേയമാക്കാൻ കഴിയുന്നതാണ് കഴിഞ്ഞ ഓണക്കാലം കേരളത്തെ സംബന്ധിച്ച്. ആ വിധം കേന്ദ്ര സമീപനം, അതിൽ തകരാതെ മുന്നോട്ട് പോകുന്ന കേരളം, ആ താരതമ്യങ്ങളിലൂടെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയങ്ങളെ പല നിലകളിൽ ഇത്രയും നേരം പരിശോധിച്ചത്. വളരെയധികം നന്ദി 3 അതിഥികൾക്കും സഹകരിച്ചതിന്.